7ാം ക്ലാസ്സിലെ ടുവേർഡ്സ് 100-fold ഈൽഡ് വിളയിക്കാം 100 മേനി എന്ന പാഠഭാഗത്തിൽ നമ്മൾ ലെയറിങ് എന്ന ഒരു ആശയം പഠിച്ചിട്ടുണ്ടായിരുന്നു. ഒരു സസ്യത്തിൽ ഒരു വിത്ത് മുളച്ച് അത് പുതിയ സസ്യമായി മാറി കായ്ഫലങ്ങൾ തരുന്നതിൻ്റെ ഒരു കാലതാമസം കുറയ്ക്കുന്ന ഒരു നൂതന രീതിയാണ് ലെയറിങ് എന്ന് പറയുന്നത്. ലെയറിങ് ചെയ്യുന്നതിൻ്റെ സ്റ്റെപ്സൊക്കെ നമ്മൾ ക്ലാസ്സിൽ ഡീറ്റെയിൽഡായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വളരെ സിമ്പിളാണല്ലേ ലെയറിങ് ചെയ്യാൻ. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു 2 തരത്തിലുള്ള ലെയറിങ് ഉണ്ട്. എയർ ലെയറിങ് ഉണ്ട്, അതുപോലെ സർപ്പൻറ്റൈൻ ലെയറിങ് ഉണ്ട്. നമ്മളിന്ന് എയർ ലെയറിങ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് സിമ്പിളായിട്ടൊന്ന് ടീച്ചർ കാണിച്ചു തരാം. ലെയറിങ്ങിൻ്റെ ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മൾ മദർ പ്ലാന്റിനെ സെലക്ട് ചെയ്യുക എന്നതാണ്. നല്ല കായ്ഫലങ്ങൾ തരുന്ന ഒരു സസ്യത്തെ നമ്മൾ മദർ പ്ലാന്റായിട്ട് സെലക്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ ശിഖരത്തിൽ നമ്മൾ വേര് മുളപ്പിച്ച് പുതിയ സസ്യമായിട്ട് വളർത്തിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. ബ്രൗൺ നിറമുള്ള ഒരു കൊമ്പ്, പച്ച കളറൊക്കെ മാറി നല്ലൊരു ബ്രൗൺ നിറമുള്ള ഒരു കൊമ്പ് നമ്മൾ ലെയറിങ്ങിനായിട്ട് സെലക്ട് ചെയ്ത് എടുക്കുകയാണ് വേണ്ടത്. ലെയറിങ് ചെയ്യാനുള്ള കമ്പ് നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം ആ കമ്പിൽ നമ്മൾ റിങ് ആകൃതിയിൽ ഇങ്ങനെ മുറിച്ച് കൊടുക്കണം. രണ്ടറ്റത്ത് വളയ ആകൃതിയിൽ നമ്മൾ ചെറിയൊരു കട്ടിങ് ഉണ്ടാക്കിയതിന് ശേഷം ഈ മേൽഭാഗത്തെ സ്കിന്ന് നമ്മൾ പീൽ ചെയ്ത് കളയണം. കമ്പിന് കേടുപാടൊന്നും ഉണ്ടാവാത്ത രീതിയിൽ നമ്മൾ ഇങ്ങനെ നമ്മൾ ചെത്തി അടർത്തി മാറ്റിയതിന് ശേഷം നമ്മൾ ഈ ഭാഗത്ത് മണ്ണും ചകിരിച്ചോറും ചാണകവും കലർന്ന ഒരു മിശ്രിതം ഉണ്ടാക്കിയിട്ട് ചെറുതായിട്ടൊരു നനവോട് കൂടിയിട്ട് ഒരു പ്ലാസ്റ്റിക് പോളിത്തീൻ കവറിൽ നമ്മളത് ഈ ഭാഗത്തേക്ക് വെച്ച് കെട്ടിക്കൊടുക്കണം. ഇതുപോലെ നമ്മൾ ലെയറിങ് ചെയ്തതിന് ശേഷം നനവില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇടയ്ക്കൊന്ന് നനച്ച് കൊടുക്കേണ്ടി വരും. അപ്പോൾ കൊമ്പിൻ്റെ പാകം അനുസരിച്ചിട്ട് നമുക്ക് ഒരു 1-2 മാസത്തിനുള്ളിൽ ഇതിൽ വേര് മുളയ്ക്കുന്നതായിട്ട് നമുക്ക് കാണാം. അങ്ങനെ വേര് മുളച്ച് വന്നതിന് ശേഷം നമുക്ക് ഈ ജോയിനിങ് ഭാഗത്തു നിന്ന് കുറച്ച് മേലേക്കായിട്ട് ഈ ലെയറിങ് ചെയ്തതിൻ്റെ കുറച്ച് താഴെ ഭാഗത്തു നിന്ന് വെട്ടിയെടുത്തതിന് ശേഷം ഈ ഒരു കൊമ്പിനെ നമുക്ക് പുതിയൊരു സസ്യമായിട്ട് മാറ്റി നടാവുന്നതാണ്. ഇതുപോലെ നമുക്ക് പല സസ്യങ്ങളിലും നമുക്ക് പല ചെടികളിലും നമുക്ക് ലെയറിങ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ചെയ്യുന്നതിനെയാണ് നമ്മൾ എയർ ലെയറിങ് എന്ന് പറയുന്നത്. അപ്പോൾ പേരയ്ക്ക, സപ്പോട്ട, നാരങ്ങ ഇതുപോലെയുള്ള ഇതൊക്കെ നമുക്ക് ലെയറിങ് ചെയ്ത് പെട്ടെന്ന് തന്നെ കായ്ഫലങ്ങൾ ഉണ്ടാകുന്ന രീതിയിൽ പുതിയ സസ്യമായിട്ട് നമുക്ക് വളർത്തിയെടുക്കാവുന്നതാണ്.